ഹലോ നമസ്കാരം IWCampusലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരു സൊഫോസിൻ്റെ വെർച്വൽ മെഷീൻ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ വെർച്വൽ മെഷീൻ ഡിപ്ലോയ് ചെയ്യുമ്പം ഒരു കാര്യമുണ്ട്, സൊഫോസിന് ഒരു വെർച്വൽ മെഷീൻ മാത്രമല്ല, സൊഫോസ് ഫിസിക്കൽ ഡിവൈസസ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹാർഡ്വെയർ അപ്ലയൻസ്, അത് കൂടാതെ വെർച്വൽ അപ്ലയൻസ് ആയിട്ട് കിട്ടാറുണ്ട്. സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ISO ഫയലായിട്ട് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സെർവർ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സൊഫോസിൻ്റെ ഒരു അപ്ലയൻസ് അല്ലെങ്കിൽ സൊഫോസിൻ്റെ ഒരു പ്രോക്സിയോ XGO ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം നിലവിൽ നമ്മൾ ഒരു VMwareൻ്റെ ഒരു EXSI സെർവറിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞുതരാം. 2 GB വേണം റാം മിനിമം. അതേപോലെ ഒരു പ്രോസസ്സർ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 30 GB ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഒരു 60 GB വരെ കൊടുക്കുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗും അതുപോലെ ബാക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഇടാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. അതത്രയും വെക്കുമായിരിക്കും നല്ലത്. നെറ്റ്വർക്ക് അഡാപ്റ്റർ 2 നമുക്ക് കൊടുക്കണം. അത് രണ്ടും VM നെറ്റ്വർക്കിൽ തന്നെ ഉള്ളതായിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻ കേസ് VLANs ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം വാനിന് വേണ്ടിയിട്ട് നമ്മളൊരു VLAN ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ VLAN ഏതിലാണോ ഉള്ളത് ആ ഒരു വി സ്വിച്ചിൽ ഉള്ള ആ വി സ്വിച്ച് വേണം അസൈൻ ചെയ്ത് കൊടുക്കാൻ ഇതിൻ്റെ ഒരു വീനിക്ക്. രണ്ടാമത്തേത് നമ്മളുടെ സാധാരണ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലോക്കൽ LAN നെറ്റ്വർക്ക് ഏതാണോ ആ LAN നെറ്റ്വർക്കിൽ വേണം രണ്ടാമത്തെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ വൺസ് ഈ സൊഫോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ഏതിലോട്ട് കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ജനറലി ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റർ, അല്ലെങ്കിൽ ഇത് നെറ്റ്വർക്ക് അഡാപ്റ്റർ 0 എന്നാണ് ഇതിന് വരിക. അപ്പോൾ ഈ NIC 0 ഞാൻ ഇൻറ്റേർണൽ നെറ്റ്വർക്കും ഈ ഒരു അഡാപ്റ്റർ ഞാൻ എക്സ്റ്റേണൽ നെറ്റ്വർക്കുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം. ബാക്കിയൊക്കെ ഒരു സാധാരണ നമ്മളൊരു OS അല്ലെങ്കിൽ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഞാനിവിടെ അതിൻ്റെ ഒരു ISO ഇമേജ് ഇവിടെ മാപ്പ് ചെയ്യുവാണ്. ISO ഇമേജ് വെച്ച് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം നമുക്ക് നമ്മളുടെ ഷെയർഡ് സ്റ്റോറേജിൽ എവിടെയെങ്കിലും ISO ഇമേജ് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ISO ഇമേജ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ISO ഇമേജ് ഞാനിവിടെ മാപ്പ് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെർച്വൽ മെഷീൻ സ്റ്റാർട്ടായി. ഇനി അത് ഇൻസ്റ്റലേഷനിലേക്ക് പോവാണ്. അതിന് ഇവിടെ ഒരു വാർണിംഗ് കാണിക്കും, അതായത് ഇതിൻ്റെ അകത്ത് എല്ലാ ഡേറ്റയും ഹാർഡ് ഡിസ്കിനകത്തുള്ള എല്ലാ ഡേറ്റയും എല്ലാം ഇത് ഡിലീറ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പം ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. എൻ്റർ കൊടുത്തില്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സ്റ്റാർട്ടാകും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇപ്പോൾ അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കുറച്ച് സമയം എടുക്കും. ഇതിനകത്ത് ഇപ്പം ചോദിക്കുന്നത് എൻ്റർപ്രൈസ് ടൂൾ കിറ്റ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, ദി CD കണ്ടെയ്ൻസ് അതൊക്കെ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യും, എക്സിസ്റ്റിംഗ് ഡേറ്റ നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള ഡിലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് തന്നെ കൊടുക്കുക. കാരണം നമുക്ക് IPSഉം അതേപോലെ തന്നെ ആൻറ്റിവൈറസും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ആ ഒരു അഡ്വാൻസ് സെക്യൂരിറ്റി ഇതെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഹാർഡ്വെയർ കോൺഫിഗറേഷനാണ് കാണിക്കുന്നത്. ഇതാണ് ഡിറ്റക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞ് അന്നേരം ഇത് ഓക്കെ കാണിക്കുക. ഇൻ കേസ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എന്ത് എറർ ഉണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് കാണിക്കും. അതേപോലെ കീബോർഡിൻ്റെ ലേഔട്ടാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് കീബോർഡ് ലേഔട്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് USA ആണ്. അതല്ലാതെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ലേഔട്ട്സ് ഉണ്ട് ഓരോ രാജ്യങ്ങളിൽ. ഇപ്പം അറബിക് ഫോർമാറ്റ് ഉള്ളിടത്താണ് നമ്മൾ അറബിക് ഫോർമാറ്റ് ഉണ്ട്. ഫ്രഞ്ച് ആണെങ്കിൽ അതിൻ്റെ ഉണ്ട്, ജർമ്മൻ ആണെങ്കിൽ വേറെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കീബോർഡ് ലേഔട്ടിൽ. അപ്പം കൺഫ്യൂഷൻ ആകണ്ട, അതുകൊണ്ട് ഇംഗ്ലീഷ് USA സെലക്ട് ചെയ്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോർമാറ്റ്. അതുപോലെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഗും അതുപോലെ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പം നമുക്കിവിടെ ഏരിയ വരുന്നത് നമ്മുടെ കൊൽക്കട്ടയാണ്. കൽക്കട്ട എന്നോ അല്ലെ കൊൽക്കത്ത എന്നൊക്കെ വരും ഇന്ത്യയുടെ ആണെങ്കിൽ. നമ്മൾ ഏത് രാജ്യത്താണ് ഇത് ഡിപ്ലോയ് ചെയ്യുന്നത് ആ രാജ്യത്ത് തന്നെ ടൈം സോൺ എടുത്ത് കൊടുക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ടൈം കാണിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നമ്മളുടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് എടുത്തോളും. കാരണം നമ്മളൊരു NTP സെർവർ കോൺഫിഗർ ചെയ്യുന്നുണ്ട്, ആ NTP സെർവറിൽ നിന്ന് അതെടുക്കും. എപ്പോഴും ഒരു NTP സെർവർ കോൺഫിഗർ ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസാണ്.
ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വെബ് അഡ്മിൻ ഇൻ്റർഫേസ്, അതായത് നമുക്കൊരു ഇത് മാനേജ് ചെയ്യാനായിട്ട് വെബ് GUI ഉണ്ട്. ആ GUI ഏത് നെറ്റ്വർക്ക് ഇൻ്റർഫേസിലോട്ടാണ് അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്ക് കാർഡിലോട്ടാണ് ലിങ്ക് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്, കാരണം എനിക്ക് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ നെറ്റ്വർക്കിന് കൊടുക്കാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റേർണൽ നെറ്റ്വർക്കിൽ ഈ ഒരു വെബ് അഡ്മിൻ ഇൻ്റർഫേസ് എടുക്കാനായിട്ടുള്ള പ്ലാനാണ്. നമ്മളൊരു കോർപ്പറേറ്റ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3 ഇൻ്റർഫേസ് വേണ്ടി വരും. കാരണം ഒരു മാനേജ്മെൻറ്റ് ഇൻ്റർഫേസും കൂടെ നമ്മൾ സാറിന് കോൺഫിഗർ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാനേജ്മെൻറ്റും ആ ഒരു ഇൻ്റർഫേസ് വഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഈ വെബ് GUI അല്ലെങ്കിൽ അഡ്മിന് വേണ്ട UIകളോ അങ്ങനെയുള്ള ആക്സസോ ഒന്നും മറ്റുള്ള നെറ്റ്വർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റർഫേസ് വഴി കിട്ടില്ല. അപ്പം മാനേജ്മെൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. അതിനെ ഔട്ട് ഓഫ് ബാൻഡ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. സോ അത് ബേസിക്കലി മാനേജ്മെൻറ്റിനാണ്. ഇപ്പം SSH ചെയ്യാനും ടെലനെറ്റ് ചെയ്യാനും അതുപോലെ ഇതുപോലുള്ള മാനേജ്മെൻറ്റ് UI എടുക്കാനും അതുപോലെ SNMP വെച്ച് പോൾ ചെയ്യാനും ഇനി ബാക്കപ്പ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കപ്പ് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനും. സോ അതാകുമ്പോഴത്തേനും നമ്മുടെ ഡേറ്റ നെറ്റ്വർക്കിനെ ഒരിക്കലും അത് ബാധിക്കില്ല, മാനേജ്മെൻറ്റ് നെറ്റ്വർക്ക് സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ. സോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ടാസ്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു മാനേജ്മെൻറ്റ് നെറ്റ്വർക്കിൽ എടുക്കുക. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഇത് എത്തർനെറ്റ് 0 തന്നെ കൊടുക്കുകയാണ്, കാരണം ഇതിപ്പം ജസ്റ്റ് ഒരു ഡെമോയാണ്, ലാബാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ഈ പരിപാടികളൊന്നും ഈ ഒരു ഇതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എത്തർനെറ്റ് 0 ഞാൻ സെലക്ട് ചെയ്തു. പക്ഷേ നമ്മളൊരു എൻ്റർപ്രൈസിൽ വെക്കുമ്പോൾ പ്ലാൻ ചെയ്യേണ്ടത് ഒരു സെപ്പറേറ്റ് ഔട്ട് ഓഫ് ബാൻഡ് നെറ്റ്വർക്കിൽ തന്നെ അത് ഡീപ്ലോയ് ചെയ്യുമായിരിക്കും നല്ലത്. ഓക്കെ, സോ വെബ് അഡ്മിൻ ഇൻ്റർഫേസ് ഞാൻ ഇൻറ്റേർണൽ നെറ്റ്വർക്കിൻ്റെ അതേ സെയിം ഇതിൽ കൊടുത്തു. അതുപോലെ ഇവിടെ നമ്മളൊരു IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ 1.100 കൊടുക്കുക. ഗേറ്റ് വേ കോൺഫിഗർ ചെയ്യണം. ഒരു മൾട്ടി VLAN നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗേറ്റ് വേ കോൺഫിഗർ ചെയ്താലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഞാനിപ്പം ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് പോലെ ഞാനിവിടെ ജസ്റ്റ് ഗേറ്റ് വേ കോൺഫിഗർ ചെയ്യുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ CPU 64 ബിറ്റ് കേർണൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു X64 ആർക്കിടെക്ചറുള്ള CPU ആണ്. സോ അതുകൊണ്ട് തന്നെ 64 ബിറ്റ് OS ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളത് 64 ബിറ്റ് OS ആയിരിക്കണം എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നാളെ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ സൈസിങ് കൂട്ടണം, അതായത് ഇപ്പോൾ ഒരു 4 GB അല്ലെങ്കിൽ ഒരു 6 GB റാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു 2 CPU ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈസിങ് എപ്പോഴെങ്കിലും ഇതൊരു ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റിസോഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഒരു 64 ബിറ്റ് OS ഇൻസ്റ്റാൾ ചെയ്യുവാണ്. കാരണം 32 ബിറ്റിന് അപ് ടു 3.6 സംതിങ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ റാം. അപ്പം അതാണ് ഒരു 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാക്സിമം മെമ്മറി അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്ന സ്പേസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര വലിയ റാം ഇട്ടാലും അതിനപ്പുറത്തേക്ക് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അത് യൂസ് ചെയ്യത്തില്ല ആ ഒരു റാം. അപ്പോൾ അതുകൊണ്ട് 64 ബിറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ 64 സെലക്ട് ചെയ്തു. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കംപ്ലൈ വിത്ത് ലൈസൻസിങ് റെഗുലേഷൻ വി ആർ requested to offer you the possibility of installing only open source പാക്കേജസ് വിത്തൗട്ട് എനി ഹസ്റ്റർ ഓർ ടൂൾസ് എന്ന് പറയും. അതായത് ഓപ്പൺ സോഴ്സ് പാക്കേജുകളാണ് ഇത് ഇടുന്നത്, മറ്റുള്ളതിന് ലൈസൻസിങ്ങിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് എന്നാണ് പറയുന്നത്. നമുക്കപ്പം അത് യെസ് കൊടുക്കാം. എന്നിട്ട് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷനിങ് ചെയ്യുക എന്നാണ്. അതിനർത്ഥം എല്ലാ ഡേറ്റയും ഇപ്പോൾ ഉള്ള ഇതിൽ അസൈൻ ചെയ്തേക്കുന്ന ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഡേറ്റയും എറേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ യെസ്, എറേസ് ചെയ്യണം. നമുക്കിത് കംപ്ലീറ്റ്ലി സോഫോസിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ് നമുക്ക് വേണ്ടത്. സോ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ സ്റ്റെപ്പ് 2 ഔട്ട് ഓഫ് 6 ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വരും. ലാസ്റ്റിലാണ് സ്റ്റെപ്പ് 6 വരുന്നത്. അപ്പം അത്രയും സ്റ്റെപ്പിലുള്ള അതിനകത്ത് ഫയൽ കോപ്പി ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളൊക്കെ റൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഓരോരോ സ്റ്റെപ്പിലാണ്. അന്നേരം ഇത് കുറച്ച് സമയമെടുക്കും. കുറഞ്ഞതൊരു 2-3 മിനിറ്റെങ്കിലും എടുക്കും മിനിമം. അത് നമ്മുടെ ആ ഒരു ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിരിക്കും ആ ടൈം എടുക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഇൻസ്റ്റാൾ ആയി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വരുന്നിടം വരെ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇൻസ്റ്റലേഷനൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി. 6 ഇനിയിപ്പോൾ റീബൂട്ട് എന്ന് പറയുന്നത്. സോ റീബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ചെറിയൊരു ഉണ്ട്. അതായത് ആ CD അതൊന്ന് റിമൂവ് ചെയ്യണം, അറ്റാച്ച് ചെയ്തിരുന്ന CD. സോ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് CD എടുത്ത് നമുക്ക് മാറ്റാം. കണക്റ്റഡ് എന്നുള്ള എടുത്ത് കളഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ.
സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് അത് കറക്റ്റ് ബൂട്ട് ചെയ്യുമ്പം ചിലപ്പോൾ വീണ്ടും ആ സി ഡിയിൽ തന്നെ ഇത് ബൂട്ടായി പോകും. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് വെബ് GUI ഇതിൻ്റെ വെബ് ഇൻ്റർഫേസ് നമുക്ക് ഈ ഒരു IP അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇത് നമ്മൾ കോൺഫിഗർ ചെയ്ത IP അഡ്രസ് ആണ്. ഓൾറൈറ്റ്, സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തു. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓക്കെ ഇപ്പോൾ ലോഡായിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് HTTPS അടിക്കണം, എന്നിട്ട് 192.168.1.100 എന്നിട്ട് 4 അതാണ് നമ്മൾ ബൈ ഡീഫോൾട്ടായിട്ട് വരുന്ന പോർട്ടാണ്. ആ 4 പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.1.100 പിങ് ആവുന്നുണ്ട്. സോ അതിനർത്ഥം IP അഡ്രസ്സൊക്കെ കറക്റ്റാണ് എന്നുള്ളതാണ്. ഈ ഒരു 4 വെച്ച് ഓക്കെ റീഫ്രഷ് ചെയ്ത് പോകണം. അഡ്വാൻസിൽ പോകാം. ഇത് സർട്ടിഫിക്കറ്റ് എററാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നോക്കിയാൽ ഇപ്പം കാണിച്ചു തരാം. ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ ഇതിപ്പം സൊഫോസിൻ്റെ ഉള്ളൊരു ഇതാണ്, സർട്ടിഫിക്കറ്റാണ് ഇവിടെ ഈ കാണുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം നിലവിലെ ഈ ഒരു സൊഫോസിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. സോ ഈ സർട്ടിഫിക്കറ്റ് ഇരിക്കട്ടെ, ഞാൻ ഇത് വൺസ് നമ്മളിത് കോൺഫിഗർ ചെയ്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് മാറുന്ന ഞാൻ കാണിച്ചു തരാം. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ഇത് ഇപ്പം നിലവിലെ ആ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സൊഫോസിൻ്റെ തന്നെ ഒരു ഡീഫോൾട്ടായിട്ട് ആ ഒരു സൊഫോസിനെ ജനറേറ്റ് ചെയ്ത ഒരു സെൽഫ് സൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇതുള്ളത്. ഓക്കെ, ഞാനിപ്പം ജസ്റ്റ് നമുക്കിത് കോൺഫിഗർ ചെയ്യാം. ഇനീഷ്യൽ കോൺഫിഗറേഷൻ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യേണ്ടത് ഒരു ജസ്റ്റ് FW01 എന്ന് ഞാനിവിടെ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പനി നെയിം എന്നുള്ളത് ഇൻഫോവിൻസ് എന്ന് ഇടുന്നു. സിറ്റി എന്നുള്ളത് കണ്ണൂർ എന്ന് കൊടുത്തു. കൺട്രി ഇന്ത്യ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം, അക്കൗണ്ട് പാസ്വേഡായിട്ട്. സോ അത് നമുക്ക് കൊടുക്കാം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും സ്ട്രോങ് പാസ്വേഡ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു യൂസർ അഗ്രിമെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് പെർഫോം ബേസിക് സെറ്റപ്പ് കൊടുക്കാം. അന്നേരം അത് ഒരല്പം സമയമെടുക്കും, ഒരു കുറച്ച് സെക്കൻഡ്സ്, ഓൾമോസ്റ്റ് 1 മിനിറ്റോളം എടുക്കും ഇതൊന്ന് ഈ ഒരു ബേസിക് സെറ്റപ്പ് റൺ ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു UI കംപ്ലീറ്റ്ലി മാറിയിട്ട് നമുക്ക് പുതിയ ഒരു UI കിട്ടും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാറിയിട്ട് നമുക്ക് പുതിയൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലൈ ആവും. സോ അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇമെയിൽ ID ഞാൻ കൊടുത്തില്ല. അപ്പം ജസ്റ്റ് info@infovins.in എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൊടുക്കാം. കാരണം ഈ ഒരു ഇമെയിൽ ID ഈ ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എഴുതി കാണിച്ചു പ്ലീസ് വെയിറ്റ് ദിസ് വിൽ ടേക്ക് 40 seconds. സോ ആ 40 seconds നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ 40 seconds കഴിഞ്ഞു. ഇത് പെട്ടെന്ന് റീലോഡായി. അത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ആവും, നമ്മളൊന്നും ചെയ്യേണ്ട. അന്നേരം ഇവിടെ ഇത് കണ്ടോ, വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് എറർ കാണിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മാറി. ഇപ്പം ഇത് കണ്ടോ, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് മാറേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് സൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഏത് ഡിവൈസിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു എറർ കാണിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലോബലായിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള CAയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള CA എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇടുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഇൻ കേസ് നമുക്ക് ഒരു പോളിസി കംപ്ലയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ. സോ ഇതൊക്കെയാണ് ഒരു ഇൻസ്റ്റലേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സൊഫോസിൽ നോക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാറിന് ഒരു OS ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അത്ര ഈസിയാണ് ഒരു സൊഫോസിൻ്റെ ഇൻസ്റ്റലേഷൻ.
So thanks for watching. Have a nice day.